ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് വീണ്ടും ദൈവദിനമായി നിങ്ങൾ സന്ധിപ്പാൻ എനിക്ക് ലഭിക്കുന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനത്തിന്, സഹകരണത്തിന്, പ്രാർത്ഥനയുടെ പിൻബലത്തിനായി ഞാൻ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഈ സെക്ഷൻ മുതൽ പുതിയൊരു വിഷയം പഠിക്കുകയാണ്. നമ്മുടെ വിഷയത്തിൻ്റെ പേര് എസ്കറ്റോളജി അഥവാ ഭാവികാല ശാസ്ത്രം എന്നുള്ളതാണ്. ഭാവികാല സംഭവങ്ങളെക്കുറിച്ച് പഠിക്കുന്നതായ ഒരു പഠനശാഖയാണിത്. തിയോളജിയിലെ ഈ വിഷയത്തിനും ഒരു പ്രഥമ സ്ഥാനമുണ്ട്. അത് അല്പമായിട്ടൊന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യത്തിന് ആരംഭമുള്ളതുപോലെ തന്നെ അതിനൊരു അവസാനവും ഉണ്ടായിരിക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ നിശ്ചയമായും ഈ ലോകോൽപ്പത്തിയെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വർത്തമാനകാല വികാസങ്ങളുടെ പുരോഗതികളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ലോകത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഈ ലോകത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച്, ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച്, മനുഷ്യൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച്, ജീവജാലങ്ങളുടെ ഉൽപ്പത്തിയെക്കുറിച്ചൊക്കെ വ്യക്തമായി നമുക്ക് ഒരു മാർഗനിർദ്ദേശം തരുന്നത് സത്യവേദ പുസ്തകത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഭാവി കാലത്തും എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് വ്യക്തമായി നമുക്ക് നിർദ്ദേശം തരുന്നത് സത്യവേദ പുസ്തകമായിരിക്കും. അതുകൊണ്ട് നാം ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഇതിൻ്റെ പഠനത്തിനായി ആശ്രയിക്കുന്നത് ദൈവവചനത്തെയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പഠനശാഖയിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള 66 പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ പലപ്പോഴും അതിലേറിയ പങ്കും പ്രവചനങ്ങളായി നമുക്ക് തോന്നിയേക്കാം. ഈ പ്രവചനങ്ങളെ വേണമെങ്കിൽ നമുക്ക് രണ്ടായി തിരിക്കുവാൻ കഴിയും. ഒന്ന്, ചരിത്രപരമായവ അഥവാ മുൻകാലങ്ങളിൽ പ്രവചിച്ചിരുന്നതും കഴിഞ്ഞ കാലങ്ങളിൽ ചരിത്രത്തിലൂടെ വെളിപ്പെട്ടതുമായ സംഭവങ്ങൾ, ആ പ്രവചനങ്ങൾ, നിവൃത്തിയായ പ്രവചനങ്ങൾ. ഇനി കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണ്? നിവൃത്തിയാകാത്തതാണ് ഇതുവരെയും എങ്കിൽ തന്നെയും ഭാവി കാലങ്ങളിൽ നിവൃത്തിയാകുന്നതായ പ്രവചനങ്ങളുണ്ട്. അപ്പോൾ കഴിഞ്ഞുപോയ ചരിത്രത്തിൽ നിവൃത്തിയായ പ്രവചനങ്ങളുമുണ്ട്. ഭാവി കാലത്ത് സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മ മുൻകൂട്ടി അറിയിച്ചതായ പ്രവചനങ്ങളുമുണ്ട്. വേദപണ്ഡിതന്മാർ ദൈവവചനം പഠിക്കുന്ന സമയത്ത് അവരത് മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടതിനായിട്ട് ഈ കാലഘട്ടങ്ങളെ ചില യുഗങ്ങളായി വേർതിരിച്ച് പഠിപ്പിക്കുന്നുണ്ട്. കാലഘട്ടങ്ങളെ ചില യുഗങ്ങളായി അവർ വേർതിരിച്ച് പഠിപ്പിക്കുക. ഈ യുഗപരമായ പഠനത്തെക്കുറിച്ചുള്ള ഏകദേശ ഒരു സമ്മതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലിലും ഉണ്ടായിരുന്നു കാണാൻ കഴിയുന്നുണ്ട്. ഇത് നമ്മൾ സാധാരണ പഠിക്കുന്ന ഒരു വിഷയം പോലെ അല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ കുറച്ചും കൂടെ ഇതിലേക്ക് ചെലുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നമ്മൾ യെശയ്യാപ്രവചനം 61 അധ്യായം 2 മുതലുള്ള വചനങ്ങളെ പഠിക്കുമ്പോൾ കർത്താവിൻ്റെ പ്രസാദ വർഷം എന്നും ദൈവത്തിൻ്റെ പ്രതികാര ദിവസമെന്നും കാണുവാൻ കഴിയുന്നുണ്ട്.
കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള വരവ് ദൈവം മാനവജാതിയോട് കാണിച്ച പ്രസാദ വർഷത്തിൻ്റെ നിവൃത്തിയായിരുന്നു എങ്കിൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ കർത്താവിൻ്റെ പ്രതികാര ദിവസത്തിൻ്റെ ദിനങ്ങളായിരിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പഠന സൗകര്യാർത്ഥം വേദപണ്ഡിതന്മാർ മനുഷ്യൻ്റെ സൃഷ്ടി മുതൽ വരും കാല നിത്യത വരെയുള്ള കാലഘട്ടങ്ങളെ 9 യുഗങ്ങളായി തിരിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ജസ്റ്റ് ഈ വിഷയം പഠിക്കുമ്പോൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത്. ഒന്നാമത്തെ യുഗമായി അവർ വേർതിരിക്കുന്നത് നിഷ്പാപയുഗം എന്ന യുഗത്തെയാണ്. നിഷ്പാപയുഗം എന്താണ്? നിഷ്പാപയുഗം എന്ന് പറഞ്ഞാൽ ആദാമ്യ സൃഷ്ടി മുതൽ അവർ പാപത്തിൽ വീണ് ഏതിൽ നിന്ന് പുറത്താക്കുന്നത് വരെയുള്ള കാലഘട്ടത്തെയാണ് വേദപണ്ഡിതന്മാർ ഏജ് ഓഫ് ഇന്നസെൻസ് അഥവാ നിഷ്പാപയുഗം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ദൈവമനുഷ്യൻ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സ്വരൂപത്തിലായിരുന്നു, അവൻ്റെ സദൃശ്യത്തിലായിരുന്നു, അവർ തേജസ്സുള്ളവരായിരുന്നു. പാപത്താലാണ് തേജസ് നഷ്ടപ്പെട്ടത്. ആ പാപം സംഭവിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തെ വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അതിനെ നിഷ്പാപയുഗം എന്ന് വിളിക്കുന്നു. അടുത്തത് മനസാക്ഷി യുഗമെന്നാണ് അടുത്ത കാലഘട്ടത്തെ പഠിപ്പിക്കുന്നത്. ആദാമിൻ്റെ വീഴ്ചയ്ക്ക് ശേഷമായിട്ട് നോഹയുടെ കാലത്തുണ്ടായ പ്രളയം വരെയുള്ള കാലഘട്ടത്തെയാണ് എന്ന് വിളിക്കുന്നത് മനസാക്ഷി യുഗം എന്ന് വിളിക്കുന്നത്. നന്മതിന്മകളെക്കുറിച്ച് തിരിച്ചറിയാനുള്ളതായ ഒരു അറിവ് അവരുടെ മനസാക്ഷി ഉണ്ടായിരുന്നു. നന്മയെ പിന്തുടരുക എന്നുള്ളതും തിന്മയെ ഉപേക്ഷിക്കുക എന്നുള്ളതുമാണ് ആ മനസാക്ഷിക്ക് അനുസൃതമായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. എന്നാൽ ആ കാലഘട്ടത്തിൽ മനുഷ്യൻ നന്മയേക്കാൾ അധികമായി തിന്മയെ പിന്തുടരുകയും തിന്മയെ പ്രവർത്തിക്കുകയും തിന്മയെ ഇഷ്ടപ്പെടുകയും ചെയ്തുകൊണ്ട് ദൈവകോപത്തിന് അവർ പാത്രങ്ങളായി തീരുകയും ദൈവം അവരെ പ്രളയത്താൽ നശിപ്പിക്കുകയും ചെയ്തും കാണാൻ കഴിയുന്നുണ്ട്. അതായിരുന്നു മനസാക്ഷി യുഗം എന്നുള്ളത്. അടുത്തത് മാനുഷിക ഭരണയുഗം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അത് നോഹയുടെ പ്രളയത്തിന് ശേഷമായിട്ട് ബാബേൽ കോട്ടയുടെ നിർമ്മാണത്തെങ്കിൽ ഭാഷ കലങ്ങുന്നത് വരെയുള്ള ആ കാലഘട്ടത്തെ, മനസ്സിലായല്ലോ? നോഹയുടെ കാലഘട്ടത്തിലുണ്ടായ പ്രളയത്തിന് അനന്തരമായിട്ട് ഉള്ള മനുഷ്യചരിത്രം എവിടെ വരെ? ബാബേൽ ഗോപുര നിർമ്മാണ വേളയിൽ ആ ഭാഷകൾ കലങ്ങി ഇതുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തമ്മിൽ തല്ലി പിരിയുന്നത് വരെയുള്ള കാലഘട്ടത്തെയാണ് മാനുഷിക ഭരണയുഗമെന്ന് പറയുന്നത്. അവിടെ മനുഷ്യൻ അവരവരുടെ നിയമപ്രകാരം ജീവിക്കുകയായിരുന്നു. കൊലയ്ക്ക് കൊലയ, കണ്ണിന് കണ്ണ്, അങ്ങനെയൊക്കെയുള്ളതായ ഒരു പ്രാകൃത നിയമത്തിന് അനുസൃതമായി ഓടിക്കൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു. അവിടുന്ന് 4ാമത്തെ യുഗം എന്ന് പറയുന്നത് വാഗ്ദത്ത യുഗമെന്നാണ്. വാഗ്ദത്ത യുഗം അബ്രഹാം മുതൽ മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്നും പുറപ്പെടുന്ന വരെയുള്ള കാലഘട്ടത്തെയാണ് വാഗ്ദത്ത യുഗമെന്ന് വേദപണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ 1ാമത്തെ യുഗം പഠിച്ചത് ഇതായിരുന്നു, നിഷ്പാപ യുഗമായിരുന്നു. 2ാമത്തത് മനസാക്ഷി യുഗമായിരുന്നു. 3ാമത്തത് മാനുഷിക ഭരണയുഗമായിരുന്നു. 4ാമത്തത് വാഗ്ദത്ത യുഗമാണ്. 5ാമത്തത് ന്യായപ്രമാണ യുഗമായിരുന്നു. മിസ്രൈമിൽ നിന്നുള്ള പുറപ്പാട് മുതൽ യേശു ക്രിസ്തുവിൻ്റെ ഈ ലോകത്തേക്കുള്ള വരവ് വരെയുള്ള കാലഘട്ടത്തെയാണ് ന്യായപ്രമാണ യുഗമെന്ന് പറഞ്ഞത്. എന്നാൽ ന്യായപ്രമാണം മനസ്സ് ജീവിച്ച് നീതിമാന്മാരാവുക എന്നതായിരുന്നു പ്രമാണം കൊണ്ട് ദൈവം ഉദ്ദേശിച്ചതെങ്കിലും ന്യായപ്രമാണത്താൽ ഒരു ജഡത്തിനും ദൈവസ്ഥനും നീതീകരിക്കപ്പെടുവാൻ കഴിഞ്ഞില്ല എന്ന് നമ്മൾ ബന്ധത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 5 യുഗങ്ങൾ കഴിഞ്ഞ് 6ാമത്തെ യുഗത്തിൻ്റെ പേരാണ് കൃപായുഗം എന്നുള്ളത്, ഏജ് ഓഫ് ഗ്രേസ്. നാം ഇപ്പോൾ ആയിരിക്കുന്നത് ഈ കൃപായുഗം എന്ന് പറയുന്നതായ ഈ കാലഘട്ടത്തിലാണ്. ഈ യുഗത്തെ ചിലർ സഭായുഗമെന്നോ മറ്റു ചിലർ പരിശുദ്ധാത്മ യുഗമെന്നൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്.
ജാതികളിൽ നിന്ന് ദൈവത്തിനായ ഒരു ജനതയെ രൂപപ്പെടുത്തി എടുക്കുക എന്നുള്ളതായിരുന്നു ഈ യുഗത്തിലെ ദൈവത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ളത്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 15:14 പഠിക്കുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോരുത്തരെയും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എവിടേക്കാ? ദൈവസഭയാകുന്ന മന്ദിരത്തിലേക്ക് ആത്മീയ കല്ലുകളായിട്ട് ഓരോരുത്തരും ചെത്തിമിനിക്ക് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. കൃപയാൽ കഴിഞ്ഞ കാലങ്ങളിൽ എപ്പോഴോ നമ്മയും ദൈവാത്മാവ് സ്പർശിച്ച് നമുക്കും ദൈവസഭയുടെ ഭാഗമായി തിരുവാനായ കർത്താവ് കൃപ നൽകി. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. അപ്പോൾ സഭയുടെ ഈ നിർമ്മാണ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, സഭയ്ക്കൊരു ഉൽപ്രാപണ ദിവസം ദൈവം ഒരുക്കിയിട്ടുണ്ട്. ആ ഉൽപ്രാപണത്തോടുകൂടി കൃപായുഗം എന്ന ഈ കാലഘട്ടത്തിന് തിരശ്ശീല വീഴുവാനിടയായിത്തീരും. അപ്പോൾ ഈ കൃപായുഗത്തിന് ശേഷം പിന്നീടുള്ളതായ ഒരു യുഗത്തെയാണ് മഹോപദ്രവ കാലഘട്ടമെന്നും ന്യായവിധിയുടെ കാലഘട്ടമെന്നൊക്കെ വിശേഷിപ്പിക്കുന്നതായ ഒരു കാലഘട്ടം. മനുഷ്യരോട് ദൈവം കൃപയോടുകൂടി ഇടപെടുന്നതായ കാലഘട്ടം കഴിഞ്ഞിട്ട് മനുഷ്യൻ്റെ പ്രവർത്തിക്കനുസൃതമായി ദൈവകോപത്തോടുകൂടി ഒരു ന്യായം വിധിക്കുന്നതായ കാലഘട്ടവുമാണ് ഈ മഹോപദ്രവ കാലഘട്ടം അഥവാ ന്യായവിധിയുടെ കാലഘട്ടം എന്നൊക്കെ അവിടെ വിശേഷിപ്പിക്കുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ കാലഘട്ടത്തിൽ അഥവാ മഹോപദ്രവ കാലഘട്ടം എന്ന് പറയുന്നതായ കാലഘട്ടത്തിൽ ഇവിടെ ദൈവസഭ ഉണ്ടായിരിക്കുകയില്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ അശുദ്ധിയുടെയും അനീതിയുടെയും അക്രമത്തിൻ്റെയൊക്കെയുള്ളതായ ദിനങ്ങളായ കാലഘട്ടങ്ങൾ മാറുവാനിടയുണ്ട്. ഹർമഗദ്ദോൻ യുദ്ധം ന്യായവിധി യുഗത്തിൻ്റെ അഥവാ മഹോപദ്രവ കാലഘട്ടത്തിൻ്റെ കാഠിന്യത്തെയും അതിൻ്റെ സമാപ്തിയെയും കാണിക്കുന്നതാണ്. പിന്നെയുള്ള ഒരു യുഗമാണ് സഹസ്രാബ്ദ യുഗമെന്ന് പണ്ഡിതന്മാർ ആവശ്യപ്പെടുന്നത്. മഹോപദ്രവ കാലഘട്ടം കഴിഞ്ഞുണ്ടാകുന്ന യുഗത്തിൻ്റെ പേരാണത് സഹസ്രാബ്ദ യുഗം അഥവാ 1000 ആണ്ട് വാഴ്ച എന്നുള്ളത്. യേശുക്രിസ്തു രാജാവായി ഈ ലോകത്തിൽ വാഴുന്ന കാലഘട്ടമാണിത്. അക്കാലത്തെ ഭരണം നീതിയുള്ളതായിരിക്കും. ആ കാലഘട്ടങ്ങളിൽ 1000 ആണ്ടത്തേക്ക് സാത്താനെ തടവിലാക്കൊണ്ടേയായിത്തീരും. അബ്രാഹാമിനോടും സന്തതികളോടും പറഞ്ഞതായ വാഗ്ദത്തങ്ങൾ അക്ഷരം നിറവേറുന്ന ഒരു കാലഘട്ടമാണ് ഈ സഹസ്രാബ്ദ വാഴ്ച എന്നുള്ളത്. അടുത്തത് നമ്മുടെ നിത്യത എന്ന് പറയുന്ന കാലഘട്ടമാണ്. കോടാനുകോടി വർഷങ്ങൾ നാം ദൈവത്തോടു കൂടി ആയിരിക്കുന്നതായ, അക്ഷരാർത്ഥത്തിൽ ദൈവം നമ്മോട് കൂടി ആയിരിക്കുന്നതായ ഒരു കാലഘട്ടമാണ് അത്. ഈ കാലഘട്ടത്തിലാണ് കർത്താവ് തൻ്റെ രാജ്യത്തെ പിതാവിനെ ഏൽപ്പിക്കുന്നത്. നമ്മൾ 1 കൊരിന്ത്യർ 15:24 പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതാണ് വേദപണ്ഡിതന്മാർ പഠന സൗകര്യാർത്ഥം മനുഷ്യ ഉൽപ്പത്തി മുതൽ വരും കാല നിത്യത വരെയുള്ള കാലഘട്ടങ്ങളെ വിവിധ യുഗങ്ങളായി തിരിച്ച് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി സൂചിപ്പിക്കുന്നതുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ജീവിതം കൃപായുഗത്തിലാണ്. മറ്റുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അതായത് നിഷ്പാപയുഗം കഴിഞ്ഞു, മനസാക്ഷി യുഗം കഴിഞ്ഞു, മാനുഷ ഭരണയുഗം കഴിഞ്ഞു, വാഗ്ദത്ത യുഗം കഴിഞ്ഞു, ന്യായപ്രമാണ യുഗം കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ കൃപായുഗത്തിലായിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഭാവികാല ശാസ്ത്രം പഠിക്കുമ്പോൾ ഇനി ഭാവിയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കൂടുതൽ പഠിക്കാനുള്ളത്, അല്ലേ? അപ്പോൾ സമീപ ഭാവിയിൽ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും അതിപ്രധാനമായ ഒരു സംഭവം എന്നുള്ളത് നമ്മുടെ കർത്താവിൻ്റെ 2ാമത്തെ വരവ് എന്നുള്ളതാണ്.
കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചൊക്കെ വളരെ തെറ്റിദ്ധാരണ പരത്തുന്നതായ ഒരുപാട് പഠിപ്പിക്കലുണ്ട്. ചിലർ കർത്താവ് വന്നു പഠിപ്പിക്കുന്നവരുണ്ട്. അതിൻ്റെ അക്ഷരികമായിട്ട് വരികയില്ല, ആത്മീയമായിട്ട് വരുന്നതാണ്. ഓരോ വ്യക്തിയും യേശുവിനെ കണ്ടുമുട്ടുന്ന സമയത്ത് അക്ഷരികമായി അവൻ്റെ ജീവിതത്തിൽ കർത്താവ് വരുന്ന സാന്നിധ്യം വരുന്നതാണ് രണ്ടാമത്തെ വരവെന്നൊക്കെ പഠിപ്പിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. എന്നാൽ ദൈവനം പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായ വെളിപ്പാടുകൾ പരിശുദ്ധാത്മാവ് ദൈവത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദൈവനം പഠിക്കുമ്പോഴാണ് കർത്താവിൻ്റെ വരവ് സംഭവിക്കുമോ ഇല്ലെന്നതിനെ കുറിച്ചുള്ളതായ വ്യക്തമായൊരു ഉറപ്പം ലഭിക്കുന്നത്. അതായത് കർത്താവിൻ്റെ ഈ ലോകത്തിലേക്കുള്ള ആദ്യ വരവ് അഥവാ പാവലരക്ഷിപ്പനായിട്ട് വന്നുള്ള ഈ ആ വരവിനെക്കുറിച്ച് പറയുന്നതിനേക്കാൾ ഇരട്ടിയിലധികം പ്രാവശ്യം കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ വേദവസ്തുള്ള ആകെയുള്ള വാക്യങ്ങളിൽ 18 ഭാഗം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് പറഞ്ഞു കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത് വരുമെന്ന് പഴയ നിയമ പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോസ്തലന്മാരും ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ദൂതന്മാർ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തു പോലും താൻ വീണ്ടും വരുമെന്നുള്ളതിനെ കുറിച്ചുള്ളതായ ഉറപ്പ് തിരഞ്ഞെടുപ്പ് നൽകിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഇത് സംഭവിക്കും. എന്ന് സംഭവിക്കും? എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന നിലയിൽ ലോകസംഭവങ്ങൾ അങ്ങനെ കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പണ്ടൊക്കെ അതിപ്പോൾ സംഭവിക്കുമോ എന്നൊക്കെ ചിന്തിച്ചതായ കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. ആ കർത്താവ് തൻ്റെ വരവിന് മുമ്പായിട്ട് അറിയിക്കേണ്ട ലക്ഷണങ്ങളെക്കുറിച്ചോ വരെ സംഭവിക്കേണ്ട ലക്ഷണങ്ങളെക്കുറിച്ചൊക്കെ പറയാനിടയായിത്തീർന്നു. അത് ഓരോന്നായിട്ട് ഇപ്പോൾ ഇവിടെ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. അതുകൊണ്ട് നാം ഒരുങ്ങുക എന്നുള്ളതാണ്. കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതൊരു തമാശയ്ക്ക് പറയുന്നൊരു കാര്യമല്ല. വളരെ ഗൗരവത്തോടെ പറയുന്നൊരു കാര്യമാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നമ്മൾ അതിനുള്ള ബന്ധത്തിൽ ഒന്നും കൂടെ ആഴമായി പഠിക്കാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിൻ്റെ വരവിന് ദിനം എന്നുള്ളത് യേശുക്രിസ്തു മുഖാന്തരം മുന്നേറ്റം പ്രാപിച്ച ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിത്യ സൗഭാഗ്യങ്ങളുടെ ഉറവിടത്തിലേക്കുള്ള ഒരു യാത്രയാണ്. അതേസമയം അവിശ്വാസികളായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിത്യ യാതനയുടെ തുടക്കമായിരിക്കും അത്. കണ്ടോ, കർത്താവായ യേശുക്രിസ്തു വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിച്ചവരെ സംബന്ധിച്ചിടത്തോളം അത് നിത്യ സൗഭാഗ്യങ്ങളിലേക്കുള്ള ഒരു കയറ്റമാണെങ്കിൽ കർത്താവായ യേശുവിന്റെ സുവിശേഷത്തെ നിരസിച്ചുകൊണ്ട് യേശുവിനെ രക്ഷകനെ അംഗീകരിക്കാതെ രക്ഷയെ ഗണ്യമാക്കാതെ പോയതായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് എന്താണ്? നിത്യ യാതനയുടെ ദിനങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ നാം ഈ വിഷയം പഠിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന് വരവിനുള്ള ബന്ധത്തിൽ നമുക്ക് എപ്രകാരം നമുക്ക് ഒരുങ്ങുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ശാന്തമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരുങ്ങുന്നില്ല എങ്കിൽ കൈവിടപ്പെട്ടു പോകുന്നതിന് തർക്കമില്ല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് നാം നമ്മുടെ ജീവിതത്തെ കൈകാര്യം ചെയ്യേണ്ടതായ ഒരു പഠന വിഷയം കൂടിയാണിതെന്ന് മനസ്സിലാക്കുക. നാം ദൈവനം പഠിക്കുമ്പോൾ പുനരാഗമനം എന്ന വിഷയത്തിലുള്ള ബന്ധത്തിൽ ഗ്രീക്കിൽ പ്രധാനമായും 3
പദങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മനസ്സിലായിട്ടുണ്ടോ? പുനരാഗമനം എന്ന വിഷയത്തിലുള്ള ബന്ധത്തിൽ ഗ്രീക്ക് ഭാഷയിൽ പ്രധാനമായും 3 പദങ്ങൾ. ഒന്ന് പാറൗസിയ എന്നുള്ളതാണ്. പാറൗസിയ അതിൻ്റെ അർത്ഥം സന്ദർശിക്കുക, വന്ന് ആവസിക്കുക എന്നുള്ളതാണ്. എന്താണ് സന്ദർശിക്കുക അല്ലെങ്കിൽ വന്ന് ആവസിക്കുക? അപ്പോൾ നിങ്ങളാരും ചോദിച്ചാൽ പാറൗസിയ എന്ന് പറയുമ്പോൾ മനസ്സിലുള്ള കാര്യം എന്താണ്? കർത്താവിൻ്റെ വരവിനുള്ള ബന്ധത്തിൽ, പുനരാഗമനത്തിലുള്ള ബന്ധത്തിൽ ദൈവവചനത്തിൽ പറഞ്ഞ കാര്യങ്ങളിലെ മൂലഭാഷയിൽ പറഞ്ഞ പദങ്ങളിൽ ഒന്നാണെന്നാണ് പാറൗസിയ. അതിൻ്റെ അർത്ഥം എന്താണ്? വന്നാവസിക്കുക അല്ലെങ്കിൽ സന്ദർശിക്കുക എന്നുള്ളതാണ്. സത്യത്തിൽ ഒരു സന്തോഷമുള്ള കാര്യമാണ് അല്ലേ? നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ വന്ന് ആവസിക്കുന്നു, നമ്മെ സന്ദർശിപ്പാനായിട്ട് വരികയാണ്. നാം ഇന്ന് വിശ്വാസാൽ അവനെ കണ്ട് ആരാധിക്കുന്നു, അന്ന് നമ്മളവൻ്റെ മുഖം കണ്ട് ആരാധിക്കാൻ പോകുകയാണ് അല്ലേ? ഇന്ന് അക്ഷരികമായിട്ട് നമ്മുടെ കൂടെ ഇല്ല, ആത്മീയർ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ തന്നെ അവൻ അക്ഷരികമായി നമ്മുടെ കൂടെ ഇരിക്കാൻ പോകുക. അത് ഏറ്റവും സന്തോഷകരമായൊരു കാര്യമാണ് അല്ലേ? അപ്പോൾ ആ അർത്ഥം വളരെ സന്തോഷം തരുന്ന ഒരർത്ഥമാണ്. അടുത്തൊരർത്ഥം എന്നുള്ളത് ഒരു വേർഡ് ഇതാണ്, എഫിഫാസിയ എന്നുള്ളതാണ്. എഫിഫാസിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രത്യക്ഷത എന്നാണ്. എഫിഫാസിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പ്രത്യക്ഷത എന്നുള്ളതാണ്. തന്നെ കാത്തു നിൽക്കുന്ന രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ വീണ്ടും പ്രത്യക്ഷനാകും. നമ്മൾ എബ്രായർ 9:28 പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കർത്താവിനെ അവനിരിക്കും പോലെ കാണുന്ന കിട്ടുന്ന ചാൻസാണത്. അവൻ നമുക്ക് വേണ്ടി പ്രത്യക്ഷനാകുന്ന. ആരൊക്കെ വേണ്ടി പ്രത്യക്ഷനാകുന്നു? തന്നെ കാത്തു നിൽക്കുന്ന രക്ഷയ്ക്കായി അവൻ രണ്ടാമത് പ്രത്യക്ഷനാകുന്നു. അടുത്ത പദമാണ് അപ്പോകാലിപ്സിസ് എന്നുള്ളത്. അതിൻ്റെ അർത്ഥം മൂടുപടം നീക്കുക എന്നുള്ളതാണ്. എന്തോ ഇന്ന് മറവായിരിക്കുന്നതിനെ നാളെ മുതൽ നമ്മൾ എന്തേക്കാണ്? മറയില്ലാതെ കാണാൻ പോകുന്നതാണ് ആ പദം. അപ്പോകാലിപ്സിസ് എന്നാണ് ആ പദം. ഇവിടെ നമുക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ പറയാം, നമ്മൾ വിശ്വാസത്തിൽ ആരാധിക്കുന്ന നാളെ നമ്മൾ അവൻ്റെ മുഖം കണ്ട് ആരാധിക്കാൻ പോകുകയാണ്. സന്തോഷമായിരുന്നു. നമുക്ക് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളെ മുഖാമുഖം കാണാൻ നമ്മൾ എന്ത് സന്തോഷമല്ലേ? അപ്പം നമുക്കറിയാം, നമുക്ക് വളരെ പ്രിയപ്പെട്ടവരൊക്കെ എവിടെ ദൂരയാത്ര പോയി വിചാരിക്കുക. ദൂരയാത്ര പോയി എല്ലാവരും നമുക്ക് കത്ത് എഴുതി അല്ലെങ്കിൽ ഫോൺ ചെയ്യുകയാണ്, ഞാൻ ഇന്ന മാസം അല്ലെങ്കിൽ ഇന്ന ആണ്ടിൽ ഇത്രാം തീയതി ഞാൻ ഇന്ന സ്ഥലത്ത് വരും. നമ്മുടെ മലയാളികൾക്കാണെങ്കിൽ ഒന്നില്ലെങ്കിൽ നെടുമ്പാശ്ശേരി ഒന്ന് ഇറങ്ങും, അല്ലെങ്കിൽ കരിപ്പൂരിൽ ഒന്ന് ഇറങ്ങും, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഒന്ന് ഇറങ്ങും വിചാരിക്കുക. നമുക്ക് മെസ്സേജ് കിട്ടിയാൽ നമ്മൾ ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുക. എന്നിട്ട് നമ്മൾ ആ ദിവസം ഫ്ലൈറ്റ് 10 മണിക്കാണ്, നമ്മൾ 8 മണിക്കോട് ചെല്ലും. എന്നിട്ട് ഇങ്ങനെ ഓരോ ഫ്ലൈറ്റ് വരുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ അനൗൺസ് വെക്കും. നമ്മുടെ പ്രിയപ്പെട്ടവർ വരുന്ന ഫ്ലൈറ്റിൻ്റെ അനൗൺസ് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് കൃത്യം ഇങ്ങനെ പിടച്ചുകൊണ്ടേ ഇരിക്കുകയായിരിക്കും അല്ലേ? നമ്മൾ നോക്കിയിരിക്കുമ്പോഴതാ അങ്ങ് ആകാശത്തിൻ്റെ ചെറിയ പൊട്ട് പോലെ ആ ഫ്ലൈറ്റിൻ്റെ ലൈറ്റ് കാണുന്നു. പിന്നെ താഴ്ന്ന് വരുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയം ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? നിമിഷം കഴിയുമ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യും. അപ്പോൾ അതിൽ നമ്മുടെ ആൾക്കാരെ ഇറങ്ങി വരും. നമുക്കത് കാണാൻ കഴിയുന്ന ചന്ദ്രങ്ങളിൽ ആകാംക്ഷയോടിരിക്കുക. അങ്ങനെ ആ ഫ്ലൈറ്റ് റൺവേയിലൂടെ ഓടി നമ്മുടെ കണ്ണിന് മുമ്പിൽ കുറച്ച് ദൂരം മാറി വന്ന് നിന്നു. അതിൻ്റെ ഡോറെല്ലാം തുറന്നു, കോണുകളെല്ലാം വെച്ചു. ഇതാ ഓരോരുത്തരായി ഇറങ്ങി വരികയാണ്. നമ്മുടെ നോട്ടം ആരെയാ? നമുക്ക് കാണാൻ കൊതിച്ചിരിക്കുന്നതായ നമ്മുടെ പ്രിയപ്പെട്ടവർ ഇറങ്ങുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുക. ചിലരെ ഒരു പക്ഷേ അവിടെ വെച്ചിരിക്കുന്നതായ CCTV സംവിധാനത്തിലൂടെ ഉള്ള സ്ക്രീനിൽ വെച്ച് കാണുകയായിരിക്കും. ചിലർ നേരിട്ട് മുകളിൽ കയറി നിന്ന് കാണുകയായിരിക്കും. എങ്ങനെയെങ്കിലും ആകട്ടെ, നമ്മളെ പ്രിയപ്പെട്ടവർ ഇറങ്ങുന്നത് കാണുമ്പോഴത്തേക്കും സന്തോഷം. അപ്പോൾ നമ്മൾ ദോണ്ട്രാ വരുന്നതാ അല്ലേ? അച്ചാച്ചൻ വരുന്നത്, അമ്മാമ്മ വരുന്നു, ആൻറ്റി വരുന്നു, പപ്പ വരുന്നു, മമ്മി വരുന്നു, മോൻ വരുന്നു, മോള് വരുന്നു, പേരക്കുറ്റി വരുന്നു അല്ലേ? നമ്മൾ ആരെയാണോ കാണാൻ ആഗ്രഹിച്ചത് അവരെ ഇറങ്ങുന്നത് നമുക്ക് സന്തോഷം കൂടി. നമ്മൾ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ ഓടി ചെല്ലുക എവിടേക്ക്? ആ എൻട്രൻസിൻ്റെ ഭാഗത്ത് അവർ വെളിയിലേക്ക് അവരുടെ എയർപോർട്ടിനകത്തുള്ളതായ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർച്ചയായിട്ടും അവർ ആ വെളിയിലേക്ക് വരുന്ന ആ എൻട്രൻസ് നമ്മളിങ്ങനെ കാത്തു നിൽക്കുമ്പോൾ
ആ എയർപോർട്ടിൻ്റെ അകത്തു നിന്ന് എൻട്രൻസിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ ട്രോളിയൊക്കെ തള്ളിയിട്ട് വരികയാണ്, ലഗേജൊക്കെ തള്ളി വരികയാണ്. നമ്മളവിടെ ഇങ്ങനെ കമ്പിയും വേലിയൊക്കെ ഉള്ളതിൻ്റെ പേരിൽ അത് ചാടിച്ചെന്ന് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാതെ ആ എൻട്രൻസിൻ്റെ പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് അവർ നന്നായിരിക്കണമെങ്കിൽ ക്ഷീണിച്ചു എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ അവരുടെ ട്രോളിക്ക് നമ്മൾ തള്ളി നമ്മളെ വണ്ടികളൊന്ന് കയറ്റി, അല്ലേ, എന്ത് സന്തോഷമായിരിക്കും പ്രിയപ്പെട്ടവരെ കാണാനുള്ള സന്തോഷം. അങ്ങനെയെങ്കിൽ കുറേ വർഷങ്ങളായി നമ്മെ സ്നേഹിച്ച് ഭൂമിയിലേക്ക് വന്ന് നമുക്ക് വേണ്ടി യാഗമായി തീർന്ന് നമ്മെ രക്ഷിച്ച് സ്വർഗീയ കുടുംബത്തിൽ അംഗമാക്കി തീർത്ത് സ്വർഗീയ അനുഗ്രഹങ്ങൾക്ക് ഉടമകളാക്കി തീർത്ത് അവൻ്റെ ആത്മാവിനെ നമ്മൾ നിറച്ച് പ്രത്യാശ തന്ന് അനുദിനവുമേ പരിപാലിക്കുന്ന നമ്മുടെ കർത്താവിനെ നമ്മൾ മുഖാമുഖം കാണുന്ന ആ അവസ്ഥ ചിന്തിച്ചു നോക്കി എന്ത് സന്തോഷകരമായിരിക്കും. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുക എന്നുള്ളതാണ്. വിശ്വാസം കണ്ടതല്ല, മുഖാമുഖം നമ്മൾ കാണാൻ പോകുകയാണ്, അല്ലെ, മുഖാമുഖം കാണാൻ പോവുകയാണ്. ഒരു സന്തോഷകരമായ അനുഭവമാണ്. ആ സന്തോഷകരമായ അനുഭവത്തിലേക്ക് ഇതുവരെയും എത്തിച്ചേരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സുവിശേഷം എന്നുള്ള ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അവനെ കൈക്കൊണ്ടുവരുന്ന നാമത്തിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീരുക എന്നുള്ളതാണ്. സുവിശേഷം അനുസരിക്കുമ്പോൾ നിനക്ക് രക്ഷ കിട്ടുന്നു. യേശുക്രിസ്തുവിൽ വിശ്വാസം നീതീകരണം പ്രാപിക്കാൻ കഴിയുന്നു. പാപക്ഷമ ലഭ്യമാകുന്നു. നിത്യജീവൻ ലഭ്യമാകുന്നതിനാൽ സുവിശേഷത്തെ അനുസരിക്കാതെ പോകുമ്പോൾ അവൻ കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്തിലൂടെ മഹത്വം വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ രക്ഷനെ അംഗീകരിപ്പാനായി കർത്താവ് സഹായിക്കട്ടെ. എന്തുകൊണ്ടാണത് വേണമെന്ന് പറയുന്നത്? ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തൻ്റെ ആത്മ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? ജീവപുസ്തകത്തിൽ പേരെഴുതി കാണുന്നതിനെയും തീപ്പൊയ്കൾ തള്ളിയിടും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വിഷയം പഠിക്കുമ്പോഴേ നമുക്ക് കർത്താവായ യേശുക്രിസ്തു മൂലമുള്ള ആത്മരക്ഷ പ്രാപിക്കുവാൻ കഴിയുന്നത് ശാന്തമായി ചിന്തിക്കാം. ചില ചോദിക്കുക, എന്തിനാണ് ആത്മരക്ഷ? അതിനെ പഠിക്കുമ്പോൾ കാണുന്നവർ എല്ലാവരും പാപികളായി. എങ്ങനെ? ആദ്യ മനുഷ്യൻ്റെ അനുസരണം കിടന്നാൽ എല്ലാ മനുഷ്യരും പാപികളായി തീർന്നു. ആ പാപത്തിന് ശിക്ഷയുണ്ട്. ആ ശിക്ഷ രക്ഷിപ്പണി കർത്താവായ യേശു ക്രൂശിൽ മരിച്ചു. പാവരിയാരെ വിലയിൽ വിശ്വസിച്ച് പാപങ്ങളേറ്റ് കുറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തെ ഭയപ്പെട്ട് മനസ്സിൽ ജീവിക്കുവാൻ തീരുമാനിക്കുന്ന ഏതൊരു വ്യക്തിക്കും പാപക്ഷമ ലഭിക്കാനിടയായിത്തീരും, നിത്യജീവൻ പ്രാപിക്കാനിടയായിത്തീരും. അപ്രകാരമുള്ളൊരു അനുഭവത്തിൽ വരുവാനായി ഇത് നിങ്ങളെല്ലാവരും സഹായിക്കുമാറാകട്ടെ. അങ്ങനെ വന്നിരിക്കുന്നതായ ഒരു കൂട്ടത്തെ ചേർന്ന് തന്നെ കാത്തു നിൽക്കുന്ന രക്ഷയ്ക്കായിട്ട് അവൻ രണ്ടാമത് പ്രത്യക്ഷനാവുകയാണ്. മറ്റൊരു പദം തട്ടിയെടുത്ത് കൊണ്ടുപോവുക എന്നർത്ഥമുള്ളൊരു പദവും കാണുന്നുണ്ട്. ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. സമീപഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം കർത്താവിൻ്റെ വരവും എന്നുള്ളതും സഭയുടെ ഉത്ഭ്രമണവുമാണ്. എടുക്കപ്പെടുന്നവരെ കൂടുതലായി തീരുവാനായി നമ്മെ സമർപ്പിക്കാനുള്ള സമയം ഇതാണ്. ഒരുങ്ങാനുള്ള ആഹ്വാനം പരിശുദ്ധാത്മാവ് വിവിധ നിലകളിൽ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ മാധ്യമങ്ങളിലൂടെ, ടെലിവിഷൻ സന്ദേശങ്ങളിലൂടെ, റേഡിയോ സന്ദേശങ്ങളിലൂടെ, ഓഡിയോ കാസറ്റിലൂടെ, വീഡിയോ കാസറ്റിലൂടെ, ഫേസ്ബുക്കിലൂടെ, യൂട്യൂബിലൂടെ, വാട്സപ്പ് ഗ്രൂപ്പിലൂടെ, ഇൻസ്റ്റഗ്രാമിലൂടെ, ട്വിറ്ററിലൂടെ എന്ന് വേണ്ട എന്തെല്ലാം മാധ്യമങ്ങൾ ഉപയോഗിക്കാവോ ആ മാധ്യമങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ബുക്കുകളിലൂടെ, പ്രസംഗങ്ങളിലൂടെ, അല്ലേ, ജനത്തോട് കർത്താവായ യേശുക്രിസ്തു ഒരുക്കിയതായ രക്ഷയിലേക്ക് വരിക എന്നുള്ളതായ ആഹ്വാനം ലോകത്തിനെല്ലാവരും നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നാം അതിനെ ഗണ്യമാക്കാതെ പോയാൽ, വചനം പറയുന്നു, ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? അതുകൊണ്ട് ആ സന്ദേശം ഏറ്റെടുത്ത് കർത്താവിനെ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിച്ച് കർത്താവിൽ കാണപ്പെടുവാനായി നമ്മൾ സമർപ്പിച്ച് മുദ്യത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവിനെ രക്ഷനെ അംഗീകരിച്ച പ്രിയപ്പെട്ടവരെ ശാന്തമായി ചിന്തിക്കേണ്ടത്, ഞാൻ അവൻ്റെ പാതയിൽ തന്നെയാണോ വഴിമാറി ഇപ്പോൾ ശാന്തമായി ചിന്തിച്ച് കുറവുള്ള മനസ്സിലാക്കിയിട്ട് പറയുവാനായിട്ട് നമ്മയും സമർപ്പിച്ച് ഇതിലൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ നൽകിയ സെക്ഷനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സമീപഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതായ
പരമപ്രധാനമായ കാര്യം അങ്ങയുടെ വരവാകയാൽ കർത്താവിനോട് ഒരുങ്ങുവാനുള്ള കൃപ നൽകപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശ്രോതാക്കളിൽ ആരെങ്കിലും യേശുവിൻ്റെ ക്ഷണം അംഗീകരിക്കാത്തവരുണ്ടെങ്കിൽ കർത്താവെ ഒരു കരുണ കാണിക്കണമെന്ന് നിന്നെ അറിയുവാൻ അനുഗമിപ്പാൻ വരുമെന്നുള്ള എടുക്കപ്പെടുമെന്ന് ഇവർ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും അങ്ങേ അറിഞ്ഞ രക്ഷണം അംഗീകരിച്ച ശേഷമായി പിന്മാറിപ്പോയിട്ടുണ്ടെങ്കിൽ മടങ്ങി വരുവാൻ നീ അവർക്കും കൃപ നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സന്ദേശങ്ങളാരും ശിക്ഷാവധിക്ക് കാരണമാക്കാതെ വണ്ണം ആത്മരക്ഷയ്ക്ക് അനുഗ്രഹത്തിനും കാരണമാക്കുവാനായി നിങ്ങൾ സഹായിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. നേരത്തെ നീ ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ടെ. ഈ പാഠ്യപദ്ധതിയിൽ സഹകരിക്കുന്ന എല്ലാ മക്കളും സ്ഥലം പരമേൽപ്പിക്കുന്നു. പാഠങ്ങൾ പഠിപ്പിക്കുന്നവരെയും ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും സന്ദേശങ്ങൾ പങ്കുവെക്കുന്നവരെയും വചനങ്ങൾ പഠിക്കുന്നവരെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവരെല്ലാം അനുഗ്രഹിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മുഖാന്തരങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയ്ക്കായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ക്ഷമയോടെ ഈ സന്ദർശനത്തിൽ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമ്മൾ അടുത്ത സെഷനിൽ വീണ്ടും കാണും. അതുവരെയും കർത്താവ് തൻ്റെ വിസ്താരം ചെറിയ സൂക്ഷിക്കണം. നമുക്ക് പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ സഹകരണത്തിനും പ്രോത്സാഹനത്തിനും നന്ദി പറയുന്നു. സന്ദേശങ്ങൾ പങ്കുവയ്ക്കുക, ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കുക. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.